1/2 sine inverse of -1. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഈക്വൽ ടു പൈ കൊടുക്കുക. ഇതിന്റെ അർത്ഥം ശരിക്കും എങ്ങനെ വരണം? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും അതിന്റെ റേഷ്യോ ആൻസർ? ഇപ്പൊ ടാൻ ഓഫ് 60 ഡിഗ്രി എന്നൊക്കെ പറയുന്ന ടാൻ 60 ഡിഗ്രിയുടെ ആൻസർ എന്താ? അപ്പൊ ടാൻ 60 ഡിഗ്രി എന്നുള്ള √3 ആണല്ലേ. അപ്പൊ ഇത് ഇൻവേഴ്സ് ഉദ്ദേശിക്കാൻ ഇത്രേ ഉള്ളൂ. അതായത് ടാനിന് ഏത് വാല്യൂ കൊടുക്കുമ്പോൾ ഈ 1 കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 കിട്ടില്ല. ടാനിന് ഏത് 5/6 5/2 ഏതൊരു വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടണം. ആ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഏത് വാല്യൂ ആണ് ടാൻ ഇൻവേഴ്സ്? ടാനിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 1 കിട്ടുന്നത്? 5/4 അല്ലേ? 5/4 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? 145. ടാനിന് 45 ഡിഗ്രി കൊടുക്കുമ്പോഴാണ് എന്ത് കിട്ടുക? 1 കിട്ടുക. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 45 ഡിഗ്രി എഴുതരുത്, 5/4. അതുപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2. അപ്പൊ നമുക്ക് -1/2 വാല്യൂ ഒന്നും പഠിച്ചിട്ടില്ല അല്ലേ? പക്ഷെ കോസ് 1/2 വാല്യൂ അതറിയാം. അപ്പൊ കോസിന് ഏതോ ഒരു ഇത് കൊടുക്കുമ്പോൾ നമുക്ക് 1/2 കിട്ടും. അത് ഏതാ? 5/3. അപ്പൊ പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യാൻ? മൈനസ് ഉള്ളതുകൊണ്ട് അതിന് മൈനസ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മൈനസ് മാറ്റാൻ വേണ്ടി നമ്മൾ വേറൊരു കാര്യം, ഈ -1/2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര നിങ്ങൾക്ക് -5/3 അല്ലേ? -5/3 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ വാല്യൂ ആണോ? അല്ല. കോസിന്റെ എന്തിന്റെ പ്രിൻസിപ്പൽ വാല്യൂ 0 to π. 0 to π വരുന്നില്ലേ? കൺവേർട്ട് ആക്കാൻ π - π/3. കുറച്ചുകൂടി കോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2π/3 അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഏതാ? സൈൻ ഇൻവേഴ്സ് -1/5. അറിയാ? അതിൽ എത്ര വരും വാല്യൂ? 5/6 ആണ്. വാല്യൂ പഠിച്ചാ? സൈനിന്റെയും കോസിന്റെ ഒക്കെ പഠിച്ചില്ലേ? കാൽക്കുലേറ്ററിലൊക്കെ കാൽക്കുലേറ്ററില്ല. അപ്പൊ പിന്നെ ഇതിന്റെ വാല്യൂ കിട്ടാൻ ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ വരുമ്പോ പഠിച്ചിട്ട് പഠിക്കാൻ തരാം. ഇത്ര ദിവസം എക്സാം? ഒരാഴ്ച എക്സാം. എന്ത് എക്സാം? ഓരോ ദിവസം ഓരോ വെച്ച് പഠിച്ചാൽ മതി. പറഞ്ഞേ, സൈൻ പ്ലസ് -1/2 -5/6 അല്ലേ? ഈ -5/6 ഉള്ളിൽ വരുന്നുണ്ടോ? ഈ സൈനിന്റെ എത്ര പ്രിൻസിപ്പൽ വാല്യൂ ഇടാം പറഞ്ഞു? പതിയെ പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ ലൈസ് ബിറ്റ്വീൻ സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ കുറേ പ്രശ്നം പറഞ്ഞതാണ്. -5/3 to π/2. സൈനിന്റെ കോസിന്റെ ഞാൻ അഡ്ജസ്റ്റ് പഠിച്ചോക്കാൻ പറഞ്ഞത്. കോസിന്റെ എവിടെയുള്ളത്? 0 to π. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ വരുമോ ഈ -5/6 എന്ന് പറയുന്ന വാല്യൂ? വരുമോ? അപ്പൊ ഇത് ഒരുമിച്ച് ചെയ്താലും നമുക്ക് ഓരോന്നിന്റെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ലാസ്റ്റ് അതെല്ലാം കൂടി ക്ലിയർ ചെയ്യാം. എന്ത് കിട്ടും? 5/4 plus 2π/3 minus 5/6 അല്ലേ? 5/3 5/3
5/3 minus 5/6. 5/12 ആണ്. 5/5/12. 5/5/12 അല്ല. ഇതാണ് ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കിയിട്ട് എല്ലാത്തിനും ഇതിലോട്ട് മാറ്റാറുണ്ട്. ഡിനോമിനേറ്റർ ഇതെല്ലാം ഡിനോമിനേറ്റർ വരെ കിടക്കണം. അടിയിലത്തെ സാധനം അപ്പൊ എല്ലാത്തിനും കോമൺ ആക്കി മാത്രമേ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലോട്ട് മാറ്റാൻ പറ്റും. 4 3 6 8 മൾട്ടിപ്ലൈഡ് വരും. 6ൽ 12 ആക്കാൻ പറ്റുമല്ലോ എല്ലാത്തിനും. എന്ത് ചെയ്താൽ മതി? 4നെ 12 ആക്കാൻ 3 കൊണ്ട് മുകളിലും താഴ്ത്തി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3π/12 പ്ലസ് ഇതിനാക്കാനാ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8π/12 മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്തോ 9π/12. 3π/4 ആണ്. 9π/4. ഇതാണോ? ശരിയാണോ? -2 ആദ്യ 2π/2 ചെയ്യാലോ നിങ്ങൾക്ക്. 3π/4. എത്രയാണ് ലാസ്റ്റ്? 3π/4. 3π/4. അതാണ് ഫൈനാൻസ്. സിമിലർലി അടുത്ത പ്രോബ്ലം ചെയ്തേ. അതില്ല അമരെന്താ പറയാ? എന്ത് എക്സാം ആടാ? യൂണിറ്റ് ടെസ്റ്റാ? എപ്പോഴത്തേക്കാ? നാളെയാണോ? വെനസ്ഡേ വരെയുണ്ട് എക്സാം. മൺഡേ വന്നാൽ നിങ്ങളിനി യൂണിറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ലീവ് എടുക്കട്ടെ. ഇനി അങ്ങനെ ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടാ. യൂണിറ്റ് ടെസ്റ്റിലേക്ക് ഇതിന് മാർക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് പഠിക്കാണ്ടിരിക്കണ്ട. അത് കേട്ടപ്പോൾ അല്ല, യൂണിറ്റ് ടെസ്റ്റിലൊക്കെ ഇപ്പൊ ടെസ്റ്റ് ആണെന്ന് നിങ്ങൾ പഠിക്കാണ്ടിരിക്കുമല്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകാം. അതിനുണ്ടാവും ഇതുണ്ടാവില്ല. യൂണിറ്റ് ടെസ്റ്റ് ലീവ് എടുക്കുന്ന ആൾക്കാരാണ് ആദ്യം. നിങ്ങളൊക്കെ ലീവ് എടുക്കുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. പേജ് നമ്പർ എക്സൈസില 2.1 12ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. cos inverse 1/2 plus sin inverse 1/2. അത് cos inverse 1/2 plus 2 sin inverse. സൈനിലെ സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ എടുത്താൽ മതി. എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ sin inverse 1/2 വാല്യൂ കണ്ടുപിടിച്ചില്ലേ? എത്ര കിട്ടിയാ? എത്ര കിട്ടി? cos 5/3 plus 2 into sin inverse 1/2 5/6. ഓ അതിന് ഇതിനോടെ സെയിം ആക്കാം കേട്ടോ. പിന്നെ 6 മാറ്റിയാൽ മതി. ഇത്
മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും 2π/6 പ്ലസ് 2π/6 4π/6. പിന്നെ അതൊരു കട്ട് ചെയ്ത് കളയാം. 2π/6 കട്ട് ചെയ്താൽ മതി. ശരിയല്ലേ? വായിച്ചോട്ടെ. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അതിലൊരു 13ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. sin ഇൻവേഴ്സ് x = 5. അങ്ങനെയാണെങ്കിൽ y യുടെ വാല്യൂ എവിടെ ഉണ്ടാവുക? sin ഇൻവേഴ്സ് x = y. അങ്ങനെയാണെങ്കിൽ y യുടെ വാല്യൂ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂയുടെ ഇടയിൽ വരുന്നുണ്ടോ? അത് ജസ്റ്റ് 1 വേണം. എന്താ? പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ശരിയാ? അതായത് സൈൻ ഇൻവേഴ്സ്. അപ്പൊ നോക്കിക്കേ, രണ്ടും ഒരുമിച്ച് വന്നല്ലേ? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ന്റെ വാല്യൂ എക്സ് ആണ്. നമ്മളൊരു എക്സും വീഡിയോ ഓണാക്കി ഇരിക്കാത്തവർ ഓൺലൈൻ മീറ്റിംഗ് ഞാൻ വിടൂട്ടോ പുറത്തേക്ക്. വീഡിയോ ഓണാക്കി. അതെ അതെ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്തത്. സൈൻ ഇൻവേഴ്സ് എക്സ് = എക്സ് ആണ്. അതായത് സൈനും സൈൻ ഇൻവേഴ്സും കൂടി പോയിട്ട് ബാക്കി ആരുണ്ടെന്ന് ആലോചിച്ചാൽ മതി. എക്സ് ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഹിയർ ഇവിടെ എക്സ് ബിലോങ്സ് ടു എക്സ് എവിടെയുള്ളത്? എക്സ് -1നും 1ന്റെ ഇടയിലുള്ളതാണ്. ഇനി നമ്മൾ തിരിച്ചാണെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കും. ആദ്യം എന്ത് വേണ്ടി? സൈൻ ഇൻവേഴ്സ് വന്നു, പിന്നെ സൈൻ ഓഫ് എക്സ്. ഇതിന്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കുള്ളൂ? എക്സ് തന്നെ. ഇതൊന്ന് എഴുതിയെടുത്തേ. ജസ്റ്റ് ഒരു പെട്ടിയിലാക്കി ഇവിടെ എക്സ് ബിലോങ്സ് ടു കോസും ടാനും ആയിട്ട് ഇതുപോലെയാണ്. കോസും ടാനും ഇതുപോലെ തന്നെ. ഇതെല്ലാം ഇങ്ങനെ തന്നെ വരും. സീക്കും കോസിക്കും ഇതൊക്കെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് കേട്ടോ. പ്രോപ്പർട്ടി ഇങ്ങനെ ഓരോന്ന് ഡോട്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇതൊന്നും നിങ്ങൾ നോക്കണ്ടല്ലോ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കണ്ട് തലവറമായിട്ട് പറ്റുന്നു. പഠിക്കുമ്പോൾ അതൊന്നും നോക്കലെന്ന് അറിയാം. ഇതുപോലെ നോക്കലെന്ന് പറഞ്ഞിട്ടാ. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x. ഈ സൈനിന്റെ റെസിപ്രോക്കൽ എന്താ? അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/x പറയുന്നത് കൊസീക്ക് എന്തായിരിക്കും? കൊസീക്ക് ഇൻവേഴ്സ് റെസിപ്രോക്കൽ അല്ലേ? എക്സ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കേ. സൈൻ ഇൻവേഴ്സ് 1/x പറയുമ്പോഴത്തേക്ക് സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. അപ്പൊ 1/xന്റെ റെസിപ്രോക്കൽ എന്ത് വരും? എക്സ് വരും. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ കൊസീക്ക് ഇൻവേഴ്സ് 1/x എന്ത് വരും? അല്ല, കോസ് ഇൻവേഴ്സ് 1/x എന്ത് വരും? സീക്ക് ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് 1/x കൂടെ. ഇതിന്റെയൊക്കെ പ്രൂഫ് ഒന്നും നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പഠിപ്പിച്ചൊന്നുമില്ലല്ലോ ക്ലാസ്സിൽ? പഠിപ്പിച്ചായിരുന്നു തതി? എടുത്തിട്ടില്ല. ഇത് എടുത്തേ ചാപ്റ്റർ. ബെറ്റർ കഴിഞ്ഞാ എടുത്തോണ്ടിരിക്കണേ? കഴിഞ്ഞു. എങ്ങനെയുണ്ട് സ്പെഷ്യലിനൊക്കെ പോയിട്ട്? സ്പെഷ്യൽ ക്ലാസ് ഒക്കെ പോയിട്ട് എങ്ങനെയുണ്ട്? ക്ലാസ് ഇത്ര ഇതില്ലേ? 3D വെച്ചത്. ഇനി അടുത്ത ഇതൊക്കെ ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും വേണ്ട. സയൻസ് യൂണിവേഴ്സിറ്റിയിൽ പോയി ബാക്കി അങ്ങനെ പഠിച്ചാൽ മതി. കണക്കിൽ കേട്ടോ, കാണാണ്ടും പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫോർമുലാസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് പേപ്പറിൽ. അതെടുത്ത് നോക്കണേ. അടുത്തത് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/x
മൈനസ് എക്സ്. ഇത് നമുക്ക് മൈനസ് പുറത്തെടുത്ത് എഴുതാം. എന്താണ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ആയതുകൊണ്ട് കൊസീക്കിന്റെ വന്നിട്ട് അവിടെ കോസിന്റെ സാധനങ്ങളൊന്നും അങ്ങനെ വരട്ടെ. ആ പോട്ടില് വരാനുള്ളത്. ഇനി അടുത്തതില് കോസ് വരുമ്പോ കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് മൈനസ് എടുത്ത് കൊടുത്തിടാൻ പറ്റില്ല. പൈ മൈനസ് എന്ത് വരും? കോസ് ഇൻവേഴ്സ് എക്സ് ആണ് വരുന്നത്. കാരണം നമ്മളിപ്പോ ആലോചിച്ചിട്ടുണ്ട് ഈ കോസ് വെച്ചിട്ട് മൈനസ് വന്ന സാധനങ്ങളൊക്കെ നമ്മൾ പൈ മൈനസ് ആക്കിയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ആലോചിച്ചാൽ അപ്പൊ കോസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെയാണ് സീക്ക് ഇൻവേഴ്സ് എക്സ് കോട്ട് ഇൻവേഴ്സ് എക്സ്. സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ബാക്കി പ്രോപ്പർട്ടീസ് ഞാൻ പറയണില്ല. ടെക്സ്റ്റിൽ എല്ലാത്തിനും ഓരോന്ന് വെച്ച് പറയാം. ഞാൻ എല്ലാം പറഞ്ഞ സമയം പറയാം. എഴുതിയില്ലേ? അടുത്ത ഈ പ്രോപ്പർട്ടീസ് എല്ലാം ജസ്റ്റ് വായിച്ചിട്ട് പോലെ ഞാൻ ഇതിന് രണ്ടും നമ്മൾ പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ്. വായിച്ചെന്നാ പോരെ. അടുത്തത് ഇത് എഴുതിയാ പ്രോപ്പർട്ടിയാ. എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാല്യൂസ് ആയിരിക്കും കേട്ടോ. 1 മൈനസ് 1/2 അങ്ങനെ. അപ്പൊ ഇവിടെ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ രണ്ടും ഒരേ വാല്യൂ വന്നെയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? π/2 ആയിരിക്കും. പിന്നെ അടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. cosec inverse x plus sec inverse x is equal to π/2. ടെക്സ്റ്റ് ഉണ്ടോ എല്ലാവരുടെ കയ്യിൽ? പേജ് നമ്പർ 44 എടുത്ത് ഇയാൾക്കുണ്ടോ? എനിക്കില്ലേ എടാ ഒരെണ്ണം ഇങ്ങോട്ട് കൊടുക്കണം. നിങ്ങളുണ്ടോ? 44 ആ 5th പ്രോപ്പർട്ടി ഉണ്ടോ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തിനാ പഠിക്കുന്നത് അറിയാം. ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് അടുത്ത പ്രോബ്ലംസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ആ പ്രോപ്പർട്ടീസ് എല്ലാം നോക്കണം. ഇതിന്റെ പ്രൂഫ് ഒന്നും നിങ്ങൾ ചോദിക്കുമല്ല. പ്രോപ്പർട്ടീസിന്റെ ചോദിക്കാറില്ല സാധാരണ. കാരണം ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതുകൊണ്ട് മെയിനായിട്ട് ചോദിക്കുന്നത് ഈ എക്സാമ്പിൾസിന് ചോദിക്കും. ചിലപ്പോൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ. 5th tan inverse x plus tan inverse y is equal to tan inverse x plus y by 1 minus xy. ഈ ഒരു സാധനം tan x plus y എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. ഒരു ഫോർമുല ഓർക്കണ്ടോ? tan x plus y യുടെ ഫോർമുല ഏകദേശം ആ രൂപത്തിലാണ് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ 2 tan inverse x-ന്റെ ആ 6th പ്രോപ്പർട്ടി നോക്കാം. അത് കഴിഞ്ഞ ആൾക്കാർ എക്സാമ്പിൾ അത്ര നോക്കിപ്പോ വേണം. വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. പേജ് നമ്പർ 44 ആണോ? ആ എക്സാമ്പിൾ 3ക്ക് മുമ്പായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ടാവും. അതിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ജസ്റ്റ് ഒന്ന്
എഴുതണോ? അടുത്ത ദിവസം വരുമ്പോൾ ഈ എല്ലാ പ്രോപ്പർട്ടിയും ഇക്വേഷൻസും സമയം കിട്ടുന്ന പോലെ നിങ്ങൾ ഒരു പേപ്പറിലോട്ട് എഴുതിയിട്ട് കൊണ്ടുവന്ന് തന്നെ കാണിക്കണം കേട്ടോ. ഓരോരുത്തർ പേപ്പർ ഇവിടെ വന്നിരുന്നിട്ട് എഴുതിയേ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരെണ്ണം നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. അത് രണ്ട് 5 മിനിറ്റ് ബ്രേക്ക് തരാം കേട്ടോ. സൈൻ ഇൻവേഴ്സ് root of 1 minus x square equal to 2 sin inverse. അപ്പൊ ഇതിങ്ങനെ ഷോ ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യൻ വരേണ്ടത്. ഷോ ദാറ്റ് ഇത് ഈ ഒരു സാധനം ഷോ ദാറ്റ് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇതിലെല്ലാത്തിന്റെ വേരിയന്റ് എന്താ എക്സ് ആണല്ലേ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പിന്നെ സൈൻ എക്സ് കൊണ്ട് എടുക്കാൻ പറ്റില്ല. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുക്കാം. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആയിരിക്കുമല്ലോ. അപ്പൊ ഫസ്റ്റ് ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കുള്ളൂ ബാക്കിൽ? അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കുള്ളൂ? അങ്ങനെയാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റയുടെ അടുത്ത് സൈൻ അപ്പുറത്തോട്ട് എടുക്കണേ. സൈൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻവേഴ്സ് ആവും. തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത്ര ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് മനസ്സിലായോ? ആദ്യം നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ കൊടുത്ത് പിന്നെ എന്ത് ചെയ്ത് സൈൻ അപ്പുറത്തോട്ട് എടുത്തപ്പോൾ തീറ്റ ഈക്വൽ ടു കണ്ടുപിടിച്ചു. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലെല്ലാം എക്സിലാണ് കിടക്കണം. ഈ എക്സിന് പകരമായിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഈ ക്വസ്റ്റ്യനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ഇവിടെ എക്സിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൈൻ തീറ്റ കൊടുത്ത് റീപ്ലേസ് ചെയ്ത് എഴുതുക. എഴുതാലോ? എക്സിന് പകരം സൈൻ തീറ്റ കൊടുത്ത് റീപ്ലേസ് ചെയ്ത് എഴുതുക. അപ്പൊ ഇങ്ങനെ ഇത് ഈ ഒരു സൈഡ് നോക്കണ്ട, ഈ ഒരു സൈഡ് മാത്രം എടുക്കുക. എക്സിന് പകരം നമ്മൾ ആരെ കൊടുക്കണം? സൈൻ തീറ്റ കൊടുത്ത് റീപ്ലേസ് ചെയ്യുക. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഈ സൈൻ ഇൻവേഴ്സ് വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ സൈനിലോട്ട് ആക്കാൻ നോക്കണം. ഇതിപ്പോ സൈൻ എക്സിന്റെ പകരം നമ്മൾ സൈൻ തീറ്റ കൊടുക്കണം. അപ്പൊ സൈനാണ് കൊടുക്കണം. ഇവിടെ ഇൻവേഴ്സ് അല്ലേ കിടക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ എഴുതി എക്സിന് പകരം എന്ത് കൊടുക്കണേ? എങ്ങനെ വരും? അപ്പൊ സൈൻ ഇൻവേഴ്സ് 2 sin theta root of 1 minus sin square theta. ഓക്കെ, അത്രയും ഉണ്ട് അല്ലേ? ഇനി നോക്കിക്കേ, ഈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇതറിയോ? ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു നീതല്ലേ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കണം. പറഞ്ഞില്ലെങ്കിൽ ഇതിനെ ഇവിടെ വെക്കരുത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു അപ്പൊ നമുക്ക് ഇത് കിട്ടി സൈൻ ഇൻവേഴ്സ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തോടാ? കോസ് 2 സൈൻ തീറ്റ എഴുതാ. കോസ് തീറ്റ കോസ് സ്ക്വയർ അല്ല, റൂട്ട് വന്നിട്ടുണ്ട്. കോസ് തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഇക്വേഷൻ എന്താ? സൈൻ 2x. അപ്പൊ ഇവിടെ x അല്ല തീറ്റ കണ്ടിട്ട് സൈൻ ഇൻവേഴ്സ് എന്ത് വരും? സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. ഇത് ഫോർമുലയാണ്. ഈ ഫോർമുലയാണ് ഇതാണ്. അതൊന്ന് ഇവിടെ എഴുതി വെച്ചിട്ട് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ 2x ആണ്. ഇത്ര കിട്ടിയ ഇതിന്റെ ആൻസർ എന്തായിരുന്നത്? ഈ സാധനത്തിൽ നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി പഠിച്ചു. സൈൻ ഇൻവേഴ്സ് സൈൻ ബാക്കി ആരാണ്? പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സും സൈനും വന്നിട്ടുണ്ട്.
സൈൻ 2 തീറ്റയാവും. ഉള്ളിലത്തെ സാധനം അല്ല സൈൻ ഇൻവേഴ്സിന് സൈൻ സൈൻ ഇൻവേഴ്സ് സൈനും കൂടി വന്നേക്കണേ. ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്താണ്? എക്സ്. രണ്ട് സൈനും സൈൻ ഇൻവേഴ്സും കൂടി അപ്പൊ ഇവിടെ എന്ത് വരും? അപ്പൊ അവിടെ ഇനി തീറ്റ ആരാ? ഇവിടുത്തെ തീറ്റ. അപ്പൊ എന്തൊരു ആൻസർ? 2 സൈൻ. അപ്പൊ എന്തല്ലേ ഇവിടെ ഫുൾ വരുന്നത്? മനസ്സിലായോ? ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ചെയ്യാൻ പറഞ്ഞ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, എക്സ് കൊണ്ട് ഇട്ട് കൊടുക്കുക. പക്ഷെ എന്താണ് ജോമെട്രിയുടെ എല്ലാ ഇക്വേഷൻസും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രം ഇവിടെ ഇതൊക്കെ ചോദിക്കുമ്പോൾ വായി കുറിച്ചിരുന്ന അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ വായിച്ചോട്ടെ. അത് ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. Tan inverse 1/2 plus tan inverse 2/11. Tan inverse 1/2 plus tan inverse 2/11 equal to ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ട് പ്രോപ്പർട്ടി കുറച്ച് വേണ്ടിക്കറിയാം. എന്താണ് ഈ സൈഡ് മാത്രം നോക്കാം. ഈ സൈഡിൽ എടുത്തിട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ സാധനം കിട്ടാം. പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുടെ എക്സ് വൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മേലെ ആണെങ്കിൽ അവിടെ നിങ്ങൾ ആ പേജ് നമ്പർ 44 എടുത്തേ. ഇവിടെ 1ഉം 3ഉം ഒരേ ഇക്വേഷൻ തന്നെയല്ലേ? പക്ഷെ വ്യത്യാസം ഉണ്ട്. നോക്കിക്കേ, എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മേലെ ആണെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കാം. മൂന്നാമത്തെ ഇക്വേഷൻ കണ്ടാ പൈ പ്ലസ് ചെയ്യേണ്ടി വരും. എക്സും വൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 താഴെയാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ. അപ്പൊ എക്സും വൈ ആദ്യം മൾട്ടിപ്ലൈ നോക്കണം. 1/2 2/11 എന്താ കിട്ടാം? 2/22. 2/22 എന്ന് പറഞ്ഞാൽ എന്താ? 2/22 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ 1 താഴെ വരുള്ളൂ? അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ വരുള്ളൂ. അത് വെച്ചിട്ട് ഇത് ചെയ്യാം. എന്താ അപ്പൊ ഇത് പുതിയ ടെക്സ്റ്റ് അല്ലേ? ആണോ? പുതിയതോടെ ഈ സാധനം കൊണ്ടുവരുന്നത് അല്ല, എനിക്ക് പുതിയ ആണ്. അപ്പൊ സൈൻ വരെ ഉള്ളല്ലേ? അല്ല, ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പൊ പഠിപ്പിച്ചതുണ്ട്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് ഇതില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് tan inverse express tan ഇത് വേറൊരു ടെക്സ്റ്റ് ചെയ്തു. അല്ലടാ, ഇവിടെ tan inverse ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാത്ത പോലെ അതിന്റെ സിംപ്ലസ്റ്റ് എക്സ്പ്രസ് ഏരിയ എക്സ്പ്രസ് tan inverse cos x by 1 minus sin x 3π/2 less than x less than 5/2
ഈ ഒരു സാധനത്തിന് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കണം. എക്സ് പ്ലസ് ദിസ് ഇൻറ്റു സിംപ്ലസ്റ്റ് ഫോം. ശരിയാ? എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സാൻ എക്സ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് എഴുതി ടാൻ അങ്ങനെയാണ് എഴുതി. അതിന് ടാൻ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ്. ഇനി കോസ് എക്സിൻ്റെ കോസ് 2x ഒരു ഫോർമുല ഉണ്ട്. കോസ് 2x ആണ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. കോസ് 2xന്റെ ഫോർമുല അല്ലേ? കോസ് 2xന്റെ ഒരു ഫോർമുലയാണ് എന്ത്? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ കോസ് എക്സ് ആണുള്ളത്, ഇതിന്റെ പകുതിയാണുള്ളത് അല്ലേ? അപ്പൊ ഇവിടെ എന്താകും? അതിന്റെ പകുതിയാവും. അപ്പൊ കോസ് എക്സിന്റെ ഫോർമുല എന്തായി മാറും? കോസ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താവും? അതിന്റെ പകുതിയാവും. ഇവിടെ 2xന്റെ പകുതി എക്സ് ആയി. ആ സാധനം ഇവിടെ ഉള്ളത്, ഇതിന് മാറ്റി കൊടുക്കാൻ പറയാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താവും? എക്സിന്റെ പകുതിയാവും. അപ്പൊ കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇതെന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വെള്ളം അത് അടുത്ത സ്റ്റെപ്പിൽ അത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എനിക്ക് എടാ എന്താണ് ഫസ്റ്റ് അടുത്ത സ്റ്റെപ്പില് ഈ സാധനത്തിനെ മാറ്റിയിട്ട് ഇത് എഴുതിക്കേ. ഇത് cos square x by 2 minus sin square x by 2 എന്ന് എഴുതിയിട്ട് എന്താ അവിടെ പറയാം. അവിടെ അതിന് അത് തന്നെ ആയിരിക്കും. cos x ന് പകരം എന്ത് ചെയ്തണം? cos square x by 2 minus sin square x by 2. ഇതിനടിയിൽ 1 minus sin x. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പില് tan ഇൻവേഴ്സ് ഈ മോളിത്തെ സാധനം തന്നെ വിസുമാരി ചോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാണോ? ഇനി ഈ വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് സൈൻ പറയാമോ? അവിടെ എക്സ് ആയിട്ടാണ്. അപ്പൊ ഇവിടെയാ എക്സ് ബൈ 2 ഉണ്ടാവും. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലേ? ഇതിന് പകരം നമ്മൾ ഇവിടെ നമ്മൾ എക്സിനെ എക്സ് ബൈ 2 അല്ലേ കൊടുത്തത്. അപ്പൊ ഈ 1ന് പകരം നമുക്ക് എന്ത് എഴുതാം? കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എഴുതാം. ഇത് ഈക്വൽ ടു 1 അല്ലേ? അപ്പൊ ഈ 1ന് പകരം നമുക്ക് എഴുതാം കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എഴുതാം. അല്ല, ഇവിടെ എക്സ് അല്ലേ? ഇവിടെ എല്ലാം എടുത്തേക്കണം എക്സ് ബൈ 2 അല്ലേ എടുത്തേക്കണം. മൈനസ് സൈൻ എക്സ് ഒരു ഫോർമുല ഉണ്ട്. അതായത് sin 2x is equal to 2 cos 2 sin a cos. 2 sin x by 2 cos. ഇത് ഏത് cos square x by 2 plus ഈ sin 2x ന്റെ sin x ന്റെ ഫോർമുല ഏതാ? ഈ ഫോർമുലാസ് ഒക്കെ സൈഡ് ചെയ്ത് വെച്ചോ. sin x sin അപ്പൊ ഇനി പിന്നെ അത് മറ്റേ ഫോർമുലയൊക്കെ കട്ട് ചെയ്യണ്ടേ നേരത്തെ? അല്ല കട്ട് ഈ sin x ന്റെ ഫോർമുല എന്താ? sin 2x ന്റെ ഫോർമുല ഉണ്ട്. എന്താണത്? 2 sin x cos x. 2 sin x cos x. പക്ഷെ ഇവിടെ x അല്ലല്ലേ? അപ്പൊ എന്താകും? പകുതി എടുക്കണം. അപ്പൊ sin x ന്റെ ഫോർമുല എന്തായി മാറും? 2 sin x by 2 cos x by 2. ഇതുകൊണ്ട് ഈ സൈനിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്ലിയർ ഇല്ലേ?
ഫോം എന്ത് സാറ് കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എന്ന് A square minus B square. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആ ഒരു ഫോമിലോട്ട് ഇത് മാറ്റുക അപ്പൊ എന്താവും ടാൻ ഇൻവേഴ്സ് ഓഫ് എനിക്ക് cos x by 2 നെ A square ആക്കണം. എ സ്ക്വയർ അല്ല ആക്കണ്ട അല്ല A ആക്കണം A ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാം ടാൻ ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ അപ്പൊ കോസ് എക്സ് ബൈ ടു പ്ലസ് എ പ്ലസ് ബി പ്ലസ് സൈൻ എക്സ് ബൈ ടു ഇൻറ്റു എന്ത് വരും കോസ് മൈനസ് സൈൻ ബൈ നല്ല മോനെ എനിക്ക് കിടക്കണം ഞാൻ ഇന്റഗ്രേഷൻ ആ പിന്നെ പ്ലസ് ടു അല്ലേ മമ്മാരി നീ ക്ലാസ് ടെസ്റ്റ് ആവുന്ന ലീവ് എടുത്തിട്ട് പറയാം ഇനി അടിയിലത്തെ സാധനം നോക്കിക്കേ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആ ഫോമിൽ എടുക്കണം അതിനെ നമുക്ക് എങ്ങനെ എഴുതാം എ പ്ലസ് ബി അല്ല A minus B the whole square. ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ അത് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യണം. അപ്പോൾ A plus B by A minus B whole square. കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ ഹോൾ സ്ക്വയർ അല്ലേ കാണിച്ചേ കാണിച്ചോട്ടെ ഇത് എഴുതിയാടാ കാണിച്ചോട്ടെ ഇത് കാണിച്ചോട്ടെ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വരും ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇത് രണ്ടെണ്ണം ഉണ്ടെന്നല്ലേ അർത്ഥം അപ്പൊ അതിനെ കട്ട് ചെയ്യാല മോളിത്തെ കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്ത് വരണം പിന്നെ ഈ സ്ക്വയർ വേണ്ട അത് കട്ട് ചെയ്യും മനസ്സിലായ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് നമ്മൾ ഫോർമുല കണ്ടുപിടിക്കാം സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് 11 അതിലോട്ട് മാറ്റാം എന്താണ് ഫോർമുല കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് 1 പ്ലസ് ടാൻ എക്സ് അത് എവിടെയാണ് അല്ല സോറി അതൊരു പ്രോപ്പർട്ടി ഇപ്പൊ പഠിച്ച പ്രോപ്പർട്ടിയാ സോറി കുറച്ചുകൂടി പ്രോപ്പർട്ടി എടുത്ത് നോക്കിക്കേ അതിന്റെ അകത്ത് ഉണ്ട് ടാൻ എക്സ് പ്ലസ് എന്താ നോക്കിയ പ്രോപ്പർട്ടി ഇത്രോ നിങ്ങളിപ്പോ പറഞ്ഞ പ്രോപ്പർട്ടീസിൽ പകുതി ടെക്സ്റ്റിൽ പുതിയ എഡിഷനിൽ ഇല്ല കേട്ടോ ആ പ്രോപ്പർട്ടീസ് ഒന്നും പഠിക്കണ്ട ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാണ് കേട്ടോ ഇതിലാകെ 2 പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈക്വേഷൻ അതുകൊണ്ട് അങ്ങനെ എഴുതുക ഇത് കഴിയുന്നുണ്ടോ എന്താ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് അടുത്ത സ്റ്റെപ്പ് അല്ല ഇത് അതായത് ഇതിന്റെ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ഇപ്പൊ കോസ് എക്സ് ഇതിന്റെ അടുത്ത് ഇതല്ലേ ഉള്ളൂ ഇതില് കോസ് എക്സ് പ്ലസ് സൈൻ എക്സിന് പകരമായിട്ട് അവർ 1 പ്ലസ് ടാൻ എക്സ് ആയി തരണം അപ്പൊ താഴെ സൈൻ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താണ് ആ മൊത്തത്തിൽ അവർ എന്ത് ചെയ്ത് കോസ് വെച്ച് ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഇതാ നമുക്ക് ഇപ്പൊ കോസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ എന്ത് കിട്ടും നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ ടു എന്താ 1 ആവും 1 പ്ലസ് സൈൻ എക്സ് ബൈ ടു കോസ് എക്സ് ബൈ ടു ടാൻ എല്ലാ ടേമിലും ഈച്ച് ആൻഡ് എവറി ടേമിനെ ഡിവൈഡ് ചെയ്യണം അത് നിങ്ങൾ ചെയ്തിട്ട് പഠിച്ചിട്ടില്ല. അത് അല്ല അത് ഞങ്ങൾക്കറിയാം. ഇങ്ങനെ ചെയ്തിട്ടില്ലേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഡിവൈഡ് കോസ് എക്സ് അതെന്താ ടാൻ ഇൻവേഴ്സ് എന്ത് വരണം
സൈൻ ഇൻവേഴ്സ് ഓഫ് സൈനിന്റെ ടേബിളിലോട്ട് വന്നാൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ കൊടുക്കുന്ന ടാൻ ഇൻവേഴ്സ് അല്ലേ, ഉള്ളിലത്തെ സാധനത്തിന് നമ്മൾ എന്താക്കണം, ടാനിലോട്ട് ആക്കണം. അതിനാണ് ഈ കിടന്ന് പ്രൊവേഷൻ. 1 plus tan by 2 by 1 minus 1 plus tan x by 2 by 1 minus tan. ഇനി ആരെങ്കിലും 1 minus. 5. ഇങ്ങനെ ഫോർമുല ഉണ്ട്. 1 plus tan x by 2 by 1 minus tan x by 2. അത് കോസ്റ്റ് വെച്ചിട്ട് അല്ല അത് Tan x plus y എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വെച്ചിട്ട് ഒരു ഫോർമുല ഉണ്ടോ 1 മൈനസ് അപ്പൊ ഇല്ല മറ്റേ കോസ്റ്റ് വെച്ച് ഒരു സ്ക്വയർഡ് ഫോർമുല ഉണ്ട് Tan A plus B. tan x plus y. tan a plus b അത് Tan A minus tan B by by 1 1 by 1 tan a plus b അല്ലേ അത് tan a plus tan b 1 minus tan a tan b അല്ല ഇങ്ങനത്തെ ഫോർമുല ഇല്ല 1 plus tan by 1 minus tan 1 plus tan ഉണ്ടാവുമല്ലോ അത്. അല്ല കോസ്റ്റ് വെച്ച് ഒരു ഫോർമുല ഉണ്ട് അതുപോലെ പക്ഷെ ട്രാൻസ്ഫർ ആണ് 1 minus transfer by 1 plus transfer ഉണ്ടോ ഫോർമുല ഉണ്ടോ? ഏതാ? ആ ഫോർമുലയോട്ട് അത് ചെയ്യണം. ഓ ആ tan inverse ഇട്ടാണ് tan inverse ഇട്ടാണ് ഏ? ആ ഇവിടെ ഈ വണ്ണിനെ അവർ എന്ത് ചെയ്തിടണോ? ആ വണ്ണിനെ അവർ എന്താക്കി ടാൻ 45 ഡിഗ്രി കാണിക്കും. ഓ മനസ്സിലായോ? അടുത്ത സ്റ്റെപ്പ് എനിക്ക് മാറ്റോട്ടത്. അപ്പൊ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം? 5/4. അടിയിലത്തെയോ അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ എന്തായി? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് എന്ത് വന്നു? 5/4 പ്ലസ് എക്സ് ബൈ 2. 5/4 എന്നുള്ളത് 1. ഇതിന് എന്തിന്റെ ആൻസർ എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് 5/4. അടിയിലില്ലേ അടിയിലത്ത് അതിലൊക്കെ 1 minus tan x by 2 1 മൈനസ് tan x by 2 അത് അത് രണ്ടും കൂടി ഒരുമിച്ചല്ലേ ഇടാക്കിയത്? ഇത് രണ്ടും കൂടി ഒരുമിച്ച് കംപ്ലൈന്റ് ചെയ്താക്കിയതാണ്. കമ്പൈൻ ചെയ്ത അപ്പൊ tan inverse minus അതായത് 1ന് പകരം നമുക്ക് എന്ത് ചെയ്താം? tan pi by 4 ആ ടാൻ 5/4. അപ്പൊ ടാൻ 5/4 പ്ലസ് ടാൻ എക്സ് ബൈ 2. അടിയിലത്തെ tan 1 minus tan x by 2 അപ്പൊ അങ്ങനെ തന്നെയല്ലേ ഒരുമിച്ച് ചെയ്തതല്ലേ? അല്ല അപ്പൊ അത് ഒരുമിച്ചുള്ള ഫോർമുലയാണ്. അല്ല അപ്പൊ tan അടിയിൽ tan of 5/4 minus 6 by 2 അടിയിൽ ഇത് വരുമെന്നാണ് നീ ചോദിച്ചത്. അടിയിൽ വരില്ല, ഒരുമിച്ചുള്ള ഫോർമുലയാണ്. ആ ഫോർമുല ഏത് ഫോർമുലയാണ്? ടാൻ tan a plus b എനിക്കറിയാം ടാൻ എ പ്ലസ് ആ tan of a plus b tan a plus tan b by 1 minus tan a tan b അതാണ് ടാൻ എ പ്ലസ് ടാൻ ബി tan a plus tan b by 1 മൈനസ് ടാൻ എ ടാൻ ബി അതല്ലേ? അപ്പൊ 1 അല്ല 1 മാറ്റാനാണ് tan pi by 4 ആക്കാൻ പറഞ്ഞത് അപ്പൊ അടിയിലത്തെ 1 tan pi by 4 ആക്കണം അപ്പൊ എന്താവും? ടാൻ ഇത് ടാൻ എന്താകും? pi by 4 ടാൻ 5/4 ആവും. എന്നിട്ട് ആ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ടാൻ എ പ്ലസ് ടാൻ ബി ആവും. ആ. ഇനി ആ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. tan a plus tan b by 1 minus ആ. അത് 1 അപ്പൊ ഇവിടെ എന്ത് വരും? നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ട് പൈ
tan pi by 4. ആ tan pi by 4. വന്ന് ചെയ്യണം. അല്ല വേഗം പോടാണ്. എടാ ഞാൻ ഫോർമുല പറഞ്ഞുതരാം. നീ ചെയ്യണം. ആ ബാക്കി ആ ഫോർമുലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പറഞ്ഞുതരാം. എടാ അടിയിലത്തെ സാധനം ഡിനോമിനേറ്റർ രണ്ടും കട്ടായി പോകും. ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെയല്ലേ അവിടെ ഇതിന്റെ ഫോർമുലോട്ട് ഇട്ട് കൊടുക്കും. അതായത് tan a plus tan b by 1 minus ആ അത് ഇല്ല ഈ അടിയിലൊക്കെ ഒന്ന് കുഴച്ചു. മനസ്സിലായില്ലേ? ഇത്ര മനസ്സിലായില്ലേ? tan x plus tan y. ഇനി അടുത്ത് tan inverse of ഇവിടെ എന്ത് വരും? tan a plus tan b by 1 minus tan a tan tan pi by 4 plus tan x by 2 by 1 minus tan pi by 4 into tan x by 2 divided by similarly ഇതിന്റെ അങ്ങനെ തന്നെ വരും. അപ്പൊ അടിയിൽ ഈ സാധനം ഉണ്ടാവുമല്ലോ രണ്ടിന്റെ, അത് രണ്ടും കട്ടായി പോകും. ആ ഡിനോമിനേറ്റർ രണ്ടും ഉണ്ടാവും. അപ്പോ tan പ്ലസിന്റെ മൈനസിന്റെ കാണില്ലേ? tan pi by 4 plus tan x by 2. ഇത്ര എഴുതിയ ബാക്കി അതുവരെ ഇത്ര എഴുതിയോ? അടിയിൽ 1 പ്ലസ് ആണോ വരുന്ന ഇക്വേഷനിൽ? 1 പ്ലസ് 1 പ്ലസ് അല്ലേ വരുള്ളൂ? എടുക്കുമ്പോൾ 1 സ്ക്വയർ മൈനസ് അങ്ങനെ വരും. ഈ സാധനത്തിന്റെ സ്ക്വയർ ഇവിടെ പെക്സ് അല്ലേ വരുന്നത്? മൈനസ് എടുത്താണ് മൈനസ് ടാൻ എക്സ് മൈനസ് ടാൻ എക്സ് ഇവിടെ മൈനസും ആ മൈനസും കൂടെയായിരുന്നു. ചെയ്തേ നോക്കുമ്പോൾ ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ പൈ ബൈ 4 അത് എഴുതിയിട്ട് തന്നെയല്ല കൺവേർട്ട് ചെയ്ത് വെച്ചത്. ഫോർമുല വെച്ച് നോക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ക്ലാസ്സിൽ ഇതെടുക്കാം
ഓർമ്മയില്ല അടുത്തൊക്കെ എടുത്തത് ക്ലാസ്സിൽ ആ, ഇത് കഴിഞ്ഞിട്ട് ഇത് ഫോർമുല വരുന്നുണ്ട് എനിക്ക് ഫങ്ഷൻസ് ഫങ്ഷൻസ് തീരുന്നേ ഉള്ളൂ ഫങ്ഷൻസ് തീരുന്നുണ്ട് ഇതിൽ നോക്കിക്കേ ആവശ്യം ഉണ്ടാവും ആ അറിയോ ഇതൊന്ന് പോസ് ചെയ്ത് വെക്കുക ആ 1 പ്ലസ് ഇതല്ലേ ആ ഇത് 1 മൈനസ് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇനി അതില ടാൻ ഇൻവേഴ്സ് ഇത് ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ എക്സ് ബൈ ഇത്ര എഴുതാം ഇതിൽ എഴുതിയേക്കുന്നത് വെച്ചാൽ ബൈ ഈ മുകളിലത്തെ സാധനമില്ല 1 മൈനസ് ആദ്യം 1 മൈനസ് ഇതില് നമ്മളിവിടെ ഒരു 1 ഇട്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല മനസ്സിലാണെങ്കിൽ പറയണ്ടേ അല്ല അവിടെ എങ്ങനെ വണ്ണ് വന്നു എടാ ഇവിടെ ഒരു 1 ഇട്ടാലും പ്രശ്നമൊന്നുമില്ല 1 ഇൻറ്റു സംതിങ് ഇതല്ല അപ്പൊ ഈ 1 നെ നമുക്ക് എന്ത് ചെയ്താം ടാൻ ടാൻ പൈ ബൈ 4 എഴുതാം ഇൻറ്റു ടാൻ എക്സ് ബൈ ഈ ഒരു ഫോർമുല എന്തായി അത് ടാൻ എക്സ് അപ്പോൾ പ്ലസ് എക്സ് ബൈ ഇൻവേഴ്സ് ടാൻ പ്ലസിന്റെ ഫോർമുല എഴുതി അപ്പൊ ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ വെറുതെ ആ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുത്തു ഇവിടെ ഈ 1 ന്റെ സാധനം അതാണ് നമ്മൾ കണ്ടത് അവിടെ പറഞ്ഞു പക്ഷെ എനിക്കത് മനസ്സിലായില്ല വണ്ണെങ്ങനെ വന്നു മണ്ണില്ല അവിടെ നമ്മൾ ഈ ഫോർമുലയിലോട്ട് ആക്കാൻ വേണ്ടിട്ട് മണ്ണവിടെ ഇട്ട് കൊടുക്കുക മണ്ണവിടെ ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല ഏതൊരു സാധനത്തിന്റെ കൂടെ മണ്ണുണ്ട് എപ്പോഴും ഫോറിന് നമുക്ക് 4 ഇൻറ്റു 1 എന്ന് എഴുതാം കുഴപ്പമില്ല അതുപോലെ ഈ സാധനത്തിന്റെ കൂടെ മണ്ണ് എഴുതും ആ മണ്ണ് ടാൻ പൈ ബൈ 4 ഇതിനെ എഴുതാം ഇതെങ്ങനെ എഴുതാം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ഇതെങ്ങനെ എഴുതാം പ്രാക്ടീസ് നോക്കി കാണാം അപ്പൊ ഇവിടത്തെ കാര്യം ഓർത്തിരിക്കണം ഈ കണ്ടിട്ട് കൊടുക്കണം അത്ര എക്സ്പ്ലെയിൻ ഇടാക്കുന്നുണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും ഇനി ആ ക്വസ്റ്റൻ നോക്കിക്കാനുണ്ട് ഞാനിപ്പോ എഴുതിക്കുന്നതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നത് അതാണ് ബോറടിച്ചത് ആദ്യം ചെയ്ത് cos x by 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ എന്താവും ഇതെന്താ 1 പ്ലസ് എന്താവും tan ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ 1 മൈനസ് ട്രാൻസ്ഫർ അവിടെ സ്ക്വയർ
വെച്ചിട്ടാണ് എഴുതിയേക്കണം. സ്ക്വയർ അല്ലാതെ വെറുതെ എക്സ് ആണ് കേട്ടോ. x/2 അല്ലേ, cos x/2 അല്ലേ പോയത്. എന്നിട്ട് അവരുടെ കറക്റ്റ് ഓക്കെയാ. ഇതാണ് വേണ്ട ആൻസർ. ഇത് എഴുതി കാഴ്ച കഴിഞ്ഞിട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ എഴുതി കാണിച്ചാൽ എന്താ അത് എഴുതി കാണിച്ചപ്പോ പോവാറുണ്ട്. ആ ബുക്ക് എടുത്തിട്ട് ഇരിക്കും. tan inverse of cos x minus sin x അല്ലേ? ഇക്വേഷൻസ് ഒക്കെ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നീ എടുത്താൽ ഞാൻ നീയൊക്കെ എന്നെ തെരുവ്. അടുത്തത് പഠിപ്പിക്കട്ടെ. നിങ്ങളുടെ സാച്ചുറേഷൻ ലെവൽ എത്തി. ഇനി നിങ്ങളുടെ തലയിലോട്ട് എന്ത് പറഞ്ഞാലും കേറില്ല. ഇത് നമ്മളിപ്പോ ബിൽഡിങ്ങിന് മേലെ തൂങ്ങി കിടക്കാണ്. സോൾവ് ചെയ്ത താഴെ എത്തും. അങ്ങനെ നമ്മൾ പഠിക്കാനായിട്ട് ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ജോലി എല്ലാവരും